ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊട്ടിയൂരൊക്കെ പോയിട്ട് വന്നതാണ്. നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നോ കൊട്ടിയൂർ? എങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ പ്രാവശ്യം കൊട്ടിയൂർ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊന്നും തിരക്കില്ലായിരുന്നു. പക്ഷേ ആ വരിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഞാനൊരു കാര്യം പറയാം, ആരെങ്കിലും കൊട്ടിയൂർ പോകുന്നുണ്ടെങ്കിൽ, ഇനി ദിവസമൊക്കെ കഴിഞ്ഞു എന്നാലും ഞാൻ പറയാണ്, കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്ന് തോന്നണം അല്ലേ, ഒരാഴ്ചയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നണം ഇനിയുള്ളത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. വരി നിൽക്കാതെ തൊഴുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വരി നിൽക്കാതെ ചുറ്റമ്പലത്തിൽ കൂടെ നമുക്ക് തൊഴുതിട്ട് വരാം. അവിടുന്ന് കാണാം ഭഗവാനെ, അവിടുന്ന് കാണാം പുറത്തുനിന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ ആ വരിയിൽ കയറി നിന്നപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഹസ്ബൻഡ് പോയിട്ട് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അതപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എത്രയോ മണിക്കൂർ വരി നിന്നിട്ടാണ് പോയി തൊഴുതത്. കണ്ടോ, ഇത്രയും ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ തൊഴുതിട്ട് ആരും തിരിച്ചിങ്ങോട്ട് വരണമില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ ആൾക്കാരെ നിയന്ത്രിക്കാൻ അവിടെ ആളുമില്ല, സത്യം പറയുകയാണെങ്കിൽ കേട്ടോ. വെള്ളം ഇടയ്ക്കിടയ്ക്ക് അവർ കൊണ്ടു തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ വെള്ളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഈ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് മൂത്രം ഒഴിക്കാനുണ്ടാവും, പോകാൻ പറ്റില്ല. മൂത്രം ഒഴിക്കാൻ അവിടെ എവിടെയും ഒരു സാധനം അവർ ഒരുക്കിയിട്ടില്ല. പിന്നെ പോട്ടെ, അത് വിട്ട് കളയാം നമുക്ക്. പക്ഷേ ഈ ആൾക്കാരെ നിയന്ത്രിക്കേണ്ടേ അവർ, അത് ചെയ്യുന്നേയില്ല. ക്യൂ നിൽക്കുന്നവരവിടെ കുടുങ്ങി നിൽക്കുക ചെയ്യുന്നത്. ആൾക്കാർ ബാക്കിൽ നിന്ന് ഉന്തിയിട്ട് ഒരു തള്ളലിന് ശരിക്കും കുറച്ച് സമയം അവർ കയറ് വെട്ടി അഴിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പം ഒരു 10-30 ആൾ പോവും. ആ ആൾ അങ്ങോട്ട് തള്ളി കയറുക ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ആയിട്ട് പോവാൻ ആരും മെനക്കെടണ്ട. പിന്നെ പറയാണ് വയസ്സായവർ. ഞാൻ ചെന്ന് ഞങ്ങളെ മുന്നിൽ അവിടെ സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ടല്ലോ, മുകളിൽ കൂടെ ഇറങ്ങി താഴോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ, അവിടെ 2 വയസ്സായവരുണ്ടായിരുന്നു. ഒരു അധികം വയസ്സില്ലാത്തൊരു ആളാണ് കൊണ്ടുവന്നത്. പക്ഷെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയും, ഇങ്ങനത്തെ ആളുകൾ ഏറ്റവും നല്ല ഇത്ര തിരക്കുള്ള സ്ഥലത്തേക്ക് പോവാതിരിക്കുന്ന. എത്രയോ ആൾക്കാർ കുഴഞ്ഞ് വീണിട്ട് എല്ലാവരും ഉണ്ട് അവിടുന്ന് കൊണ്ടുപോകുന്നു. മറ്റേ ഈ സേവാഭാരതീൻ്റെ ആൾക്കാരില്ലേ, ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അത് വയസ്സായവരൊന്നുമല്ല കേട്ടോ, ശരിക്കും ചെറുപ്പക്കാരെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത് ആ വരീൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിട്ട് നിൽക്കുക. ഇനി അത്രയും നിർബന്ധമാണ് നമ്മൾക്ക് തൊഴണം. അതായത് അതിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ കയറി തൊഴണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക. അല്ലാതെ നമ്മൾ വിചാരിക്കും, ഞങ്ങൾ ഒരബദ്ധം പറ്റിയ എന്താ പറയുക, ചായ കുടിക്കാതെയായിരുന്നു രാവിലെ. ഞങ്ങൾ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ സേവാഭാരതീൻ്റെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും ചായയും ഒരു സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെയാണ് കഴിച്ചത്. പക്ഷേ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും എന്താ വഴുകിപ്പോയില്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം ഒരു ഭക്ഷണം കിട്ടില്ല. വെള്ളം അവർ കൊണ്ടു തരുന്നുണ്ട്, പക്ഷേ ആ വെള്ളം മാത്രം നമുക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ ഉണ്ണിയപ്പല്ലേ അത് വാങ്ങിച്ചിട്ട് കഴിച്ചു. പുറത്ത് ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡിന് തീരെ നിൽക്കാൻ പറ്റുന്നില്ല. അവരെങ്ങനെയോ പുറത്ത് ചാടി. അവർ ചാടുന്നത് പോലെ നമുക്ക് ചാടാനും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ചാടി പുറത്ത് പോയി, ആണുങ്ങളായതുകൊണ്ട്. പക്ഷെ നമ്മൾക്കത് പറ്റില്ല. ഏറ്റവും നല്ലത് പുറത്ത് കൂടെ പോയിട്ട് തൊഴുതിട്ട് വരുന്നതാണ്. ഞാൻ വീണ്ടും പറയാണ്, ആളുകളെ ഒന്ന് നിയന്ത്രിക്കാൻ അവിടെ ആളുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കുറേ ചീത്ത പറയെങ്കിലും അവിടെ ആ വരിയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. വിട്ട് ആൾ നിൽക്കും. ഇതങ്ങനെയല്ല, വീട്ടിൽ കുറേ ആളുകൾ അങ്ങനെ കുടുങ്ങി നിൽക്കുക ചെയ്യുന്നത്. സ്മെല്ലും എന്തുമാത്രം, ഓരോരുത്തർ ഈ ഈ നനഞ്ഞിട്ട് വന്നിട്ടുള്ള സ്മെൽ, എന്തൊക്കെയോ സ്മെൽ. അപ്പോൾ കൂടുതൽ നമുക്ക് ക്ഷീണം വരും, ഞാൻ ഛർദ്ദിക്കാൻ തോന്നും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാ ഇങ്ങനെയല്ല കേട്ടോ, ഇത് ഞാൻ ബാക്കിൽ നിന്ന് എടുത്തതായിരുന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. കുടുങ്ങിപ്പോയി, ഞങ്ങൾ ശരിക്കും കുടുങ്ങിപ്പോയി. ശരിക്ക് ആ വന്ന സമയത്ത് കുറച്ചൊക്കെ ആൾ വിട്ട് നിന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ കയറങ്ങോട്ട് അഴിച്ച്, അപ്പോൾ ആൾ ഓടി നിൽക്കുന്നത് ഓരോരുത്തർ അടുത്തായിട്ട് വരും. ഒന്നാമത്തെ നമ്മുടെ മലയാളീസ് അല്ല കൂടുതലും ഉള്ളത്, തെലുങ്കർ പിന്നെ അങ്ങനത്തെവരാണുള്ളത്. ഈ പ്രാവശ്യം ഒരു വൃത്തി അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പോയപ്പം ഞങ്ങൾ പുഴയിലൊന്നും മുങ്ങിയിട്ടൊന്നുമില്ല, കുളിച്ചിട്ടായിരുന്നു രാവിലെ പോയത്. പിന്നെ മുങ്ങാൻ പറ്റില്ല, എന്തോ വെള്ളം അവരെന്തൊക്കെയോ ചെയ്തുണ്ടാക്കുന്ന വെള്ളമാണ്. അതിലൊക്കെ കുളിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊയ് പിടിക്കും. സത്യമായിട്ട് പറയാം, നമ്മളെ മലയാളീസാണെങ്കിലും ആരാണെങ്കിലും അവരിങ്ങനെ നിന്നിട്ട് അവിടെ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
ഒരു സൈഡിൽ ഒരു ചെറിയ ചെറിയ സ്ഥലം കിട്ടുന്നിടത്തിൽ പോയി മൂത്രം ഒഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്.